നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. സെയിം ഓൾഡ് സ്റ്റോറി. മികച്ച തുടക്കം കിട്ടി രാജസ്ഥാൻ റോയൽസിന്. എന്തൊരു തുടക്കമാണ് വൈഭവ് സൂര്യവംശിയും യശസ്വി ജയ്സ്വാളും ചേർന്നവർക്ക് കൊടുത്തത്. എന്നിട്ടും പക്ഷെ വിജയിക്കാനായില്ല. വീണ്ടും ചെറിയ മാർജിനിൽ പൊട്ടിയിരിക്കുന്നു. 10 റൺസിൻ്റെ തോൽവി. PBKS ഈ മത്സരം വിജയിച്ചതോടുകൂടി 17 പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നു. അതെ, RCBക്കൊപ്പം 12 കളി 17 പോയിന്റ് അവർ മുന്നോട്ട്. രണ്ടാം സ്ഥാനത്ത് ഇപ്പോൾ PBKS നിൽക്കുന്നു. +0.389 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ്. പ്ലേ ഓഫിലേക്ക് ഒരു കാലെടുത്ത് വെച്ചു എന്ന് തന്നെ പറയണം. സഞ്ജു സാംസൺ മടങ്ങിയെത്തിയ മത്സരം. ആദ്യം ബാറ്റ് ചെയ്ത PBKS നിശ്ചിത 20 ഓവറുകളിൽ 5 വിക്കറ്റിന് 219 റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ നിശ്ചിത 20 ഓവറുകളിൽ 7 വിക്കറ്റിന് 209 റൺസിലേക്ക് എത്താനേ രാജസ്ഥാൻ റോയൽസിന് കഴിഞ്ഞുള്ളൂ. പ്രിയാങ്ക് ഷാരിയും പ്രഭ്സിമ്രാൻ സിംഗും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് അധിക സമയമൊന്നും നിന്നില്ല. രണ്ടാമത്തെ ഓവറിൽ തന്നെ അവർ വഴി പിരിഞ്ഞു. ആദ്യം ആര്യ മടങ്ങി. ആര്യ 7 പന്തിൽ 9 റൺസാണ് അടിച്ചത്. മിച്ച് ഓവൻ IPLിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വരവ് ആദ്യ മത്സരത്തിൽ നിരാശയാണ്. 2 പന്തിൽ നേരിട്ട് 0 റൺസുമായിട്ടാണ് അദ്ദേഹം മടങ്ങി. ഡെക്കായിട്ട് മടങ്ങി. പ്രഭ്സിമ്രാൻ സിംഗ് 10 പന്തിൽ നിന്ന് 3 ഫോറും 1 സിക്സും അടക്കം 21 റൺസ് അടിച്ചു. അതേസമയം നെഹാൽ വധേര പൊളിച്ചടുക്കിയ പ്രകടനമാണ് നടത്തിയത്. 37 പന്തിൽ നിന്ന് 5 ഫോറും 5 സിക്സും അടക്കം 70 റൺസ് അദ്ദേഹം അടിച്ചപ്പോൾ ശ്രേയസ് അയ്യർ 25 പന്തിൽ 30 റൺസ് സംഭാവന നൽകി. അതേസമയം ശശാങ്ക് സിംഗും നല്ല രൂപത്തിൽ കളിച്ചു. 30 പന്തിൽ 5 ഫോറും 3 സിക്സും അടക്കം അദ്ദേഹം 59 റൺസ് എടുത്തപ്പോൾ അസ്മത്തുള്ള ഒമർസായി 9 പന്തിൽ നിന്ന് 21 റൺസ് അടിച്ചു. ഏതായാലും അങ്ങനെ 219 റൺസ് മികച്ചൊരു സ്കോർ തന്നെ അവർ അടിച്ചെടുത്തിരുന്നു. പക്ഷേ രാജസ്ഥാൻ റോയൽസിൻ്റെ ഓപ്പണർമാർ പൊളിച്ചടുക്കി അങ്ങ് മുന്നോട്ട് പോയി 11 റൺസ് അല്ല എന്ന തോന്നലാണ് ഉണ്ടാക്കിയത്. മികച്ച പ്രകടനം യശസ്വി ജയ്സ്വാളിൻ്റെ വെടിക്കെട്ട്. മറുഭാഗത്ത് സൂര്യവംശി അതുപോലെ തന്നെ പോകുന്നു. 15 പന്തിൽ നിന്നാണ് 4 ഫോറും 4 സിക്സും അടക്കം 40 റൺസ് സൂര്യവംശി അടിച്ചത്. ഹർഷ്ദീപിനെയൊക്കെ ഒരു തരത്തിലുള്ള ബഹുമാനവും കൊടുക്കാതെ അടിക്കുന്നത് കണ്ടപ്പോൾ തീർച്ചയായിട്ടും 14കാരൻ ഈ പോക്ക് പോയാൽ ഏതൊക്കെ മഹാരഥന്മാരെ പഞ്ഞിക്കിടുമെന്ന തോന്നലുണ്ടായി. എന്തായാലും ഹർപ്രീത് ബ്രാറിന്റെ പന്തിൽ അടിക്കാനുള്ള ശ്രമത്തിൽ ബാറ്റ്ലെറ്റ് പിടിച്ച് അദ്ദേഹം മടങ്ങിപ്പോയി. 40 റൺസാണ് പയ്യൻ അടിച്ചത്. ജയ്സ്വാള് തന്റെ മിന്നും ഫോം തുടർന്നു. 25 പന്തിൽ നിന്ന് 9 ഫോറും 1 സിക്സും അടക്കം അദ്ദേഹം 50 റൺസ് എടുത്തു. നായകൻ സഞ്ജു സാംസൺ 20 റൺസാണ് എടുക്കാൻ കഴിഞ്ഞത്. പരാഗ് 13 റൺസ്. ഇങ്ങനെ പോകവേ ജുറലാണ് ഒരു പ്രതീക്ഷ രാജസ്ഥാൻ്റെ നിലനിർത്തി കൊണ്ടുപോയത്. എന്നാൽ ഹെറ്റ്മേർ 11 റൺസ്. വീണ്ടും അദ്ദേഹം പരാജയപ്പെടുന്ന കാഴ്ച. ദ്യൂബ് 7 പന്തിൽ നിന്ന് 7 റൺസ്. ജുറൽ 31 പന്തിൽ നിന്ന് 53 റൺസ്. അവസാന ഓവറിൽ 10-21 റൺസിന് വേണ്ട ഒരു ഘട്ടത്തിൽ മാർക്കോ യെൻസന്റെ പന്തിൽ ജുറൽ പുറത്തായതോടുകൂടി കളി അവർ കൈവിടുകയായിരുന്നു. കാരണം അപ്പാക്ക 2 പന്തിൽ നിന്ന് 8 റൺസ് അടിച്ചു. വാൻഡു ഹസരംഗ ഡെക്കായിട്ട് മടങ്ങി. അങ്ങനെ ഒടുവിൽ 10 റൺസിൻ്റെ വിജയമത PBKS സ്വന്തമാക്കിയിരിക്കുകയാണ്. ശ്രേയസ് അയ്യർ പുറത്തിരുന്നപ്പോൾ മികച്ച രൂപത്തിൽ നല്ല പ്രഷർ RRൻ്റെ ഓപ്പണർമാരിൽ നിന്നുണ്ടായിട്ടും കാര്യങ്ങൾ തിരികെ പിടിച്ച ശശാങ്ക് സിംഗ് എന്ന നായകൻ്റെ റോള് വഹിച്ച താരത്തിൽ നമ്മൾ കൈയടിക്കണം. അതുപോലെ തന്നെ ബൗണ്ടറി ലൈനിൽ ഇൻപുട്ട് കൊടുത്തുകൊണ്ടിരുന്നു ശ്രേയസ് അയ്യർ. അത് നമ്മൾ കാണാതെ പോരുത്. ഏതായാലും PBKS 10 റൺസിന് വിജയിച്ചുകൊണ്ട് പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തേക്ക്. രാജസ്ഥാൻ റോയൽസിൻ്റെ തോൽവിയുടെ കഥ തുടരുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.